നമ്മുടെ ആകാശത്തെ കീഴടക്കുന്ന വിസ്മയകരമായ യന്ത്രം. ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് അമിത വേഗതയിൽ പറന്നുയരുന്ന അത്ഭുതം, എയ്റോപ്ലെയിൻ. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്? ഒരു എയ്റോപ്ലെയിൻ്റെ അകത്ത് 6 ലക്ഷത്തിലും അധികം ഭാഗങ്ങളുണ്ട്. ഈ ഓരോ ഭാഗങ്ങൾക്ക് പിന്നിലും അനേകം രാജ്യങ്ങളുടെ കയ്യൊപ്പുണ്ട്. കഠിനാധ്വാനവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ത്യ, ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ഫാക്ടറികളിലാണ് ഓരോ വിമാനത്തിൻ്റെയും അവയവങ്ങൾ രൂപപ്പെടുന്നത്. അവസാനം വളരെ കൃത്യതയോടെ ഫൈനൽ അസംബ്ലി ലൈനിലൂടെ അത് യഥാർത്ഥത്തിൽ ജീവൻ പ്രാപിക്കുന്നു. ഇന്ന് നമ്മൾ ആ കൃത്യതയുടെ അത്ഭുതത്തിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. ബോയിങ് വിമാന ഫാക്ടറിക്കകത്ത് വിമാനം നിർമ്മിക്കുന്നത് നേരിട്ട് കാണാൻ പോവുകയാണ്. ബോയിങ് പ്ലാന്റ് US-ലെ വാഷിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ബോയിങ്ങിൻ്റെ എവറൈറ്റ് ഫാക്ടറിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന നിർമ്മാണ പ്ലാന്റ്. 472 ദശലക്ഷം ഘന അടിയും 98.3 ഏക്കറും ഉൾക്കൊള്ളുന്ന പ്രധാന അസംബ്ലി കെട്ടിടം ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടമാണ്. ഈ സമുച്ചയത്തിനുള്ളിലാണ് ബോയിങ് 747, 767, 777, 787 എന്നീ വിമാനങ്ങളെല്ലാം നിർമ്മിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിമാന സർവീസ് കമ്പനികൾക്കായി വിമാനം നിർമ്മിച്ചു നൽകുന്നവരാണ് ബോയിങ്. ഓരോ എയ്റോപ്ലെയിനും നിർമ്മിക്കുവാൻ ലക്ഷക്കണക്കിന് കമ്പോണൻറ്റുകളും ഹൈടെക് മെഷീനറികളും റോബോട്ടുകളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ബോയിങ്ങിൻ്റെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഈ ഫാക്ടറിക്കുള്ളിൽ നിന്നും വെറും 9 ദിവസങ്ങൾ കൊണ്ട് ഒരു വിമാനം നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങും. ബോയിങ് പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് പോയി അവർ എങ്ങനെയാണ് ഒരു വിമാനം നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. വളരെയേറെ സങ്കീർണമായ അസംബ്ലി വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. വിമാനത്തിൻ്റെ ഓരോ ഭാഗവും മറ്റു പല സ്ഥലങ്ങളിലും മറ്റു പല രാജ്യങ്ങളിലും നിർമ്മിച്ച് അവസാനം ഈ ഫാക്ടറിയിൽ എത്തിച്ച് ഒരുമിച്ച് ഫൈനൽ അസംബ്ലി ചെയ്താണ് വിമാനമാക്കി മാറ്റുന്നത്. ഏകദേശം 3,67,000 മുതൽ 6 ലക്ഷം വരെ പാർട്സുകളും ഇവയെല്ലാം കൂട്ടിയോജിപ്പിക്കുവാൻ ആവശ്യമായ മറ്റു മെറ്റീരിയലുകളും ഒരുമിച്ച് കൂടുന്നതാണ് ഒരു വിമാനം. ഒരു വിമാനത്തിൻ്റെ അകത്തുപയോഗിക്കുന്ന ആകെ വൈദ്യുത വയറിൻ്റെ നീളം എന്നത് ഏകദേശം 58 കിലോമീറ്ററോളമാണ്. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കുവാൻ അലുമിനിയം, ചെമ്പ്, മഗ്നീഷ്യം, മാഗ്നസ് എന്നിവ ചേർന്ന ഏറ്റവും ഭാരം കുറഞ്ഞ ആദ്യത്തെ അലുമിനിയത്തിൻ്റെ അലോയായ ഡുറാലുമിനിയം ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഡുറാലുമിനിയേക്കാൾ ഭാരം കുറഞ്ഞ, ഉയർന്ന ടെൻസൈൽ സ്ട്രെങ്ത്, ഉയർന്ന കെമിക്കൽ റെസിസ്റ്റൻസ്, ഉയർന്ന ടെമ്പറേച്ചർ ടോളറൻസ് എന്നിവയെല്ലാമുള്ള കാർബൺ ഫൈബറുകൾ ഉപയോഗിച്ചാണ് വിമാനത്തിൻ്റെ ബോഡി ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഈ കാർബൺ ഫൈബർ ഉപയോഗിച്ച് ഒരു വിമാനത്തിൻ്റെ നോസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അമേരിക്കയിലെ മിഡ് വെസ്റ്റിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഈ നോസ് നിർമ്മിക്കുന്നത്. കാർബൺ ഫൈബർ ഉപയോഗിച്ച് കൃത്യമായി ഷേപ്പ് ചെയ്തെടുത്ത ഈ നോസ് വളരെ വലിയൊരു ഓവൻ്റെ അകത്ത് വെച്ച് ചൂടാക്കിയ ശേഷമാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. അതിനുശേഷം മറ്റൊരു വലിയ ഫാക്ടറിയിലേക്ക് ഇതിനെ മാറ്റും. വിമാനത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ലോകത്തിലെ പല പ്രദേശങ്ങളിലുമാണ് നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ബോഡി അഥവാ ഫ്യൂസ്ലേജിൻ്റെ മുൻഭാഗം, അതായത് പൈലറ്റുമാർ വിമാനം നിയന്ത്രിക്കുന്ന കോക്പിറ്റ് അടങ്ങുന്ന ഭാഗം നിർമ്മിക്കുന്നത് ജപ്പാനിലെ കവാസാക്കിയിലാണ്. അവിടെ നിന്നും വലിയ കാർഗോ വിമാനത്തിൽ ബോയിങ് പ്ലാന്റിനുള്ളിൽ എത്തിക്കുന്നു. വിമാനത്തിൻ്റെ മധ്യഭാഗത്തെ ഫ്യൂസ്ലേജ്, അതായത് ക്രൂ, യാത്രക്കാർ, കാർഗോ, ചിലപ്പോൾ ഇന്ധനം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മധ്യഭാഗം നിർമ്മിക്കുന്നത് ഇറ്റലിയിലെ അലിയാനയിലാണ്. ബോയിങ്ങിൻ്റെ കാർഗോ വിമാനങ്ങളിലാണ് ഈ ഭാഗവും അമേരിക്കയിൽ എത്തുന്നത്. ചിറകുകൾ നിർമ്മിക്കുന്നത് ഓസ്ട്രേലിയയിലും ജപ്പാനിലെ ഒക്ലാഹോമയിലുമാണ്. ഇതുപോലെ പല പ്രദേശങ്ങളിലായി നിർമ്മിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം ബോയിങ്ങിൻ്റെ വലിയ കാർഗോ വിമാനങ്ങളിൽ കയറ്റി ഈ അസംബ്ലി പ്ലാന്റിൽ കൊണ്ടുവരും. വിമാനത്തിൻ്റെ മുൻഭാഗവും മധ്യഭാഗവും പിൻഭാഗവും ചിറകുകളുമെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഇനി ഈ ഭാഗങ്ങൾ ഓരോന്നായി കൂട്ടിച്ചേർക്കുകയാണ്. നടുഭാഗത്തോട് ഇരു ചിറകുകളും മുൻഭാഗവും പിൻഭാഗവും കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ അത്യാധുനിക ഫാസ്റ്റനിങ് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് കൂട്ടിച്ചേർക്കുന്നത്. അങ്ങനെ വളരെ കൃത്യതയോടെ അസംബ്ലികൾ ആരംഭിക്കും. അതിനുശേഷം പ്രത്യേകമായി ഡിസൈൻ ചെയ്ത് തയ്യാറാക്കിയ ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഭാരം താങ്ങുവാൻ കഴിവുള്ള
നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റിയുള്ള ചക്രങ്ങൾ വിമാനത്തിൻ്റെ അടിഭാഗത്ത് കൃത്യമായി ഘടിപ്പിക്കും. വിമാനത്തിൻ്റെ ഭാരത്തിനനുസരിച്ച് ചക്രത്തിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. എമർജൻസി ലാൻഡിംഗ് ടൈമുകളിൽ കൂടിയ താപനില അനുഭവപ്പെടുന്ന സമയത്ത് ഫ്യൂസായി പോകുന്നതിനായി ഫ്യൂസബിൾ പ്ലഗുകളും ചക്രത്തിന് സമീപത്ത് ഘടിപ്പിക്കും. ഇനി വിമാനം നേരെ പോകുന്നത് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇതിന് ക്രെയിനുകൾ ഉപയോഗിക്കാതെ ഈ ചക്രങ്ങളുടെ സഹായത്തോടെയാണ് വിമാനം നീങ്ങുന്നത്. ഏകദേശം 3 ദിവസത്തോളം സമയമെടുത്താണ് വിമാനത്തിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ പൂർത്തിയാക്കുന്നത്. ആദ്യം വിമാനത്തിൻ്റെ ഉള്ളിലെ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകളാണ് നടക്കുന്നത്. ഇലക്ട്രിക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്നത് ഏകദേശം 58 കിലോമീറ്ററോളം വയറാണ്. ഇലക്ട്രിക്കൽ വർക്കുകളും പ്ലംബിംഗ് വർക്കുകളും തീർന്നു കഴിഞ്ഞാൽ ക്യാബിനുകളും ലഗേജ് ബോക്സുകളും ഷെൽഫുകളും ടോയ്ലറ്റുകളുമെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഘടിപ്പിക്കുക എന്നതാണ് ജോലി. മറ്റ് ഇൻറ്റീരിയർ വർക്കുകളെ അപേക്ഷിച്ച് ഇത് വളരെയേറെ എളുപ്പമുള്ള ജോലിയാണ്. കാരണം ഇവയെല്ലാം വ്യത്യസ്ത മൊഡ്യൂളുകളായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയേറെ എളുപ്പത്തിൽ ഇവയെല്ലാം ഘടിപ്പിക്കുവാൻ സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഫ്ലോർ മാറ്റുകൾ വിരിക്കും. ഫ്ലോർ മാറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അതിനു മുകളിൽ സീറ്റുകൾ ഓരോന്നായി ഘടിപ്പിക്കും. ഇതോടെ വിമാനത്തിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം പൂർത്തിയാകും. അടുത്തത് എഞ്ചിനീയറിംഗ് വിസ്മയമായ വിമാനത്തിൻ്റെ എൻജിൻ ഘടിപ്പിക്കുന്ന സുപ്രധാനമായ ഘട്ടമാണ്. ബോയിങ് വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിക്കുന്നത് റോൾസ് റോയ്സ്, GE എയ്റോസ്പേസ് എന്നീ കമ്പനികളാണ്. വിമാനത്തിൻ്റെ പാർട്സുകളുടെ നിർമ്മാണത്തിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒന്നാണ് എൻജിൻ്റെ നിർമ്മാണം. ആയിരക്കണക്കിന് എഞ്ചിനീയർമാരാണ് ഈ വർക്കുകൾ ചെയ്യുന്നത്. എൻജിൻ നിർമ്മിക്കുന്നത് പല സ്റ്റേഷനുകളിൽ എത്തിച്ചുകൊണ്ടാണ്. ആ സമയത്ത് ഇതൊരു വിമാനത്തിൻ്റെ എൻജിനാണ് എന്ന് നമുക്ക് മനസ്സിലാവുക പോലുമില്ല. അവസാനം എൻജിൻ്റെ പ്രധാന അസംബ്ലികളെല്ലാം കഴിഞ്ഞ് ഒരു ഫാൻ കേസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ടർബൈൻ ബ്ലേഡ് കൂടി കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് വിമാനത്തിൻ്റെ എൻജിനായി മാറുന്നത്. അതിനുശേഷം എൻജിൻ പുറത്തെടുത്ത് കവർ കൂടി ഘടിപ്പിക്കും. ഇതോടെ എൻജിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ലീഡിംഗ് എഡ്ജ് ഏവിയേഷൻ പ്രൊപ്പൽഷൻ എന്ന ലീപ്പ് എൻജിനാണ് ബോയിങ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത്. CFM56 എന്ന എൻജിനും മുൻപ് ഉപയോഗിച്ചിരുന്നു. പുറത്തിറക്കിയ എൻജിൻ വലിയൊരു റൂമിനുള്ളിലേക്ക് കടത്തി ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങും. സ്റ്റാർട്ടപ്പും എമർജൻസി ഷട്ട്ഡൗണും, പക്ഷി വന്നിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുമെല്ലാം ടെസ്റ്റ് ചെയ്യും. പ്രത്യേക സ്റ്റിമുലേഷൻ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് ഈ ടെസ്റ്റുകളെല്ലാം നടത്തുന്നത്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്താണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അത്യാധുനിക ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് എൻജിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഈ ടെസ്റ്റുകളെല്ലാം പാസ്സായി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ടെസ്റ്റാണ്. ഇവിടെയും വിമാനം ഉയരത്തിൽ പറക്കുന്ന സമയത്ത് അനുഭവപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെല്ലാം കൃത്രിമമായി സൃഷ്ടിച്ചെടുത്താണ് ടെസ്റ്റ് നടക്കുന്നത്. അതായത് വിമാനം ഉയരത്തിൽ പറക്കുമ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള താഴ്ന്ന താപനില സൃഷ്ടിച്ചെടുക്കും. ഈ എൻജിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അമിതമായ കാറ്റാണ് എൻജിനിലേക്ക് അടുപ്പിക്കുന്നത്. ടെസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം എൻജിൻ വിമാനം അസംബിൾ ചെയ്യുന്ന പ്രധാന പ്ലാന്റിലേക്ക് അയക്കും. ആദ്യം നമ്മൾ കണ്ടതുപോലെ വലിയ കാർഗോ വിമാനങ്ങളിലാണ് എൻജിനും കൊണ്ടുപോകുന്നത്. വളരെയേറെ കൃത്യതയോടെ ഈ എൻജിൻ വിമാനത്തിലേക്ക് കണക്ട് ചെയ്യുക എന്നതാണ് അടുത്ത ജോലി. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അവർ അത് ചെയ്യുന്നത്. അടുത്തതായി വിമാനത്തെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ കോക്പിറ്റിലെ ഉപകരണങ്ങളെല്ലാം കണക്ട് ചെയ്യുകയും അവ കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫങ്ഷണൽ ടെസ്റ്റുകൾ നടത്തുന്നത്. വിമാനത്തിനുള്ളിലേക്ക് പവർ കൊടുത്ത ശേഷം എല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. പ്രധാനമായും ലാൻഡിംഗ് ഗിയർ കൃത്യമായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് പല തവണ ചെക്ക് ചെയ്ത് ഉറപ്പാക്കും. അടുത്തത് ഫ്ലൈറ്റ് കൺട്രോളിംഗ് ടെസ്റ്റിംഗ് ആണ്. ഒരു ദിവസം മുഴുവൻ സമയമെടുത്ത് വിമാനത്തിൻ്റെ ചിറകുകൾ, ഫ്ലാപ്പുകൾ, ഫിന്നുകൾ തുടങ്ങി എല്ലാം വളരെ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പല തവണ പരിശോധിച്ച് ഉറപ്പാക്കും. ഈ പരിശോധനകളെല്ലാം വിജയകരമായി കഴിയുന്നതോടെ വിമാനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും. അങ്ങനെ പ്രൊഡക്ഷൻ പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിമാനം ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് നേരിട്ട് പരിശോധിക്കും. അവരുടെ പരിശോധനയ്ക്ക് ശേഷം ഈ വിമാനം നേരെ പോകുന്നത് പെയിൻറ്റിംഗ് സെക്ഷനിലേക്കാണ്. വിമാനത്തിൻ്റെ പെയിൻറ്റിംഗ് എന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഏകദേശം 180 ലിറ്റർ പെയിൻറ്റോളം വേണ്ടിവരും ഒരു വിമാനം മുഴുവൻ പെയിൻറ്റ് ചെയ്ത് തീർക്കുവാൻ. എത്ര എക്സ്ട്രീം സിറ്റുവേഷനെയും അതിജീവിക്കുവാൻ സാധിക്കുന്ന പെയിൻറ്റുകളാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്നത്. വിമാനം മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ വിമാനം വാങ്ങുന്നത് അവരുടെ ലോഗോയും പേരുമെല്ലാം വിമാനത്തിൻ്റെ മുകളിൽ ചേർക്കും. അതിനുശേഷം വിമാനം കൈമാറും. പിന്നീട് റൺവേയിലൂടെ കുതിച്ചു പാഞ്ഞ് അമിത വേഗതയിൽ മുകളിലേക്ക് ഉയർന്ന് ആകാശത്തുകൂടെ അത്ഭുതകരമായി പറക്കും.
ബോയിങ് ഫാക്ടറിക്കുള്ളിൽ ഒരു വിമാനം നിർമ്മിച്ച് പുറത്തിറക്കുന്ന ഈ വിസ്മയകരമായ കാഴ്ച എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.